കർത്താവിൻ്റെ ശ്രേഷ്ഠനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയം ദൈവജനത്തോടൊപ്പം ആയിരിക്കാൻ തന്ന കൃപയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവരാജ്യത്തിൻ്റെ അവകാശത്തിലേക്കാണ് കർത്താവ് നമ്മളെ ഓരോരുത്തരെ വിളിച്ചിരിക്കുന്നത് നമുക്കറിയാം. എന്നാൽ പലപ്പോഴും ആ അവകാശത്തെ എങ്ങനെ സ്വന്തമാക്കണം, അതെങ്ങനെയാണ് എൻ്റേതായി തീരുന്നത്, അവകാശത്തിൽ എങ്ങനെ എനിക്ക് ജീവിക്കാൻ കഴിയുമെന്ന് പലപ്പോഴും നമുക്കറിയത്തില്ല. ഈ മണിക്കൂറുകളിലെ അവകാശത്തിൽ ഞാൻ എങ്ങനെ കടക്കും? ഇത് പലപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ചോദ്യമാണ്. എന്നാൽ ഇന്നത്തെ മെസ്സേജ് നിങ്ങളോട് അതിനുള്ള ഉത്തരമാകട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. What do you need to confess? എന്താണ് നമ്മൾ ഏറ്റുപറയേണ്ടത്? Because according to the Bible, the grace is already there. കാരണം ബൈബിൾ പ്രകാരം പറയുന്നു അവന്റെ കൃപ അവിടെ ഉണ്ട്. The favor is already there. അവന്റെ പ്രസാദം അതിനകത്തുണ്ട്. That means you have to confess the grace and favor in the morning. നിങ്ങൾ അതുകൊണ്ട് പ്രഭാതത്തിൽ അവന്റെ കൃപയും അവന്റെ കരുണയും വിളിച്ച് കൺഫസ് ചെയ്യേണ്ട ആവശ്യമാണ്. You have to keep this word tightly in you. നിങ്ങൾക്ക് ഇത് മുറുകെ ഈ വാക്യങ്ങൾ മുറുകെ പിടിക്കേണ്ട ആവശ്യമാണ്. You have to keep this word tightly in you. ഈ വാക്യങ്ങൾ നിങ്ങൾ മുറുകെ പിടിക്കേണ്ട ആവശ്യമാണ്. Hold this word. അതിനെ മുറുകെ പിടിക്കുക. Say to your neighbor, hold this word. അടുത്ത വ്യക്തിയോട് പറഞ്ഞത് അതിനെ മുറുകെ പിടിക്കുക. Hold this word. അതിനെ മുറുകെ പിടിക്കുക. Add the New Testament understanding to it. അതിന്റെ അകത്ത് പുതിയ നിയമ സത്യങ്ങൾ ചേർത്തുകൊണ്ടിരിക്കുക. You will produce 100% result to you. നിങ്ങൾ 100% മേനി വിളയുവാൻ ഇടയാകും. Why you don't have a result? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഫലമില്ലാത്തത്? You are not holding the word. നിങ്ങൾ ആ വചനത്തെ മുറുകെ പിടിക്കാത്തതുകൊണ്ടാണ്. Look, Jesus himself say, യേശു പറയുന്നത് നിങ്ങൾ അത് കേട്ടാട്ടെ. if you hold the word, നിങ്ങൾ ആ വചനത്തെ മുറുകെ പിടിച്ചാൽ you will see 30% result. നിങ്ങൾ 30% റിസൾട്ട്. You have to hold and continue the words of God and thoughts of God. You will produce 60. നിങ്ങൾ അതിനെ മുറുകെ പിടിച്ച് അതിന്റെ ചിന്തകൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾ 60ലേക്ക് വരും. If you want to 100%, നിങ്ങൾക്ക് 100% വേണമെങ്കിൽ add the thoughts on it. അതിനകത്ത് മുറുകെ Add the thoughts on it. അതിനകത്ത് ചിന്തകൾ കൊണ്ടുവരിക. Add thoughts on it. അതിനകത്ത് ചിന്തകൾ കൊണ്ടുവരിക. Your imagination and thoughts focus on the word. നിങ്ങൾ വചനപ്രകാരമുള്ള നിന്റെ ചിന്തകളും വിഷൻസും അതിനാണ് ചേർത്തുകൊള്ളുക. Focus on the word and hold it. You will see 100% result. വചനത്തെ കേന്ദ്രീകരിച്ചിട്ട് അത് ഏറ്റു പറഞ്ഞാൽ നിങ്ങൾ 100% വിളയാനിടയാകും. മുറുകെ പിടിച്ചാൽ 100% വിളയാനിടയാകും. Are you following me? നിങ്ങൾ എന്നെ പിന്തുടരുന്നുണ്ടോ? Jesus is saying, യേശു പറയുന്നു, my word can produce 100% result. എന്റെ വചനത്തിന് 100% തരുവാനിടയാകാം. I am prophesying to you. ഞാൻ നിങ്ങളോട് പറയുന്നു, This is the word, truth of God. ഇതാണ് ദൈവിക സത്യം. If you believe it, നീ ഇത് വിശ്വസിച്ചാൽ, hold it, അതിനെ മുറുകെ പിടിച്ചാൽ, you will get into the glorious life. നീ മഹത്വകരമായ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനിടയാകും. You will experience the present hour inheritance. ഈ സമയത്തുള്ള ദൈവിക അവകാശങ്ങൾ നീ അത് പ്രാപിക്കാനിടയാകും. Every hour, ഓരോ മണിക്കൂറും, every moment, ഓരോ നിമിഷവും, every month, ഓരോ മാസവും, every year, ഓരോ വർഷവും there is a inheritance for you. നിനക്ക് ഒരു അവകാശം നിനക്കുണ്ട്. God prepares some inheritance. നിനക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന അവകാശങ്ങൾ. Get into it. അതിലേക്ക് പ്രവേശിക്കുക. How can you get into it? എങ്ങനെയാണ് പ്രവേശിക്കാൻ പറ്റുക? Hold the word. ഈ വചനത്തെ മുറുകെ പിടിക്കുക. Hold it on. Hold it tightly. അതിനെ മുറുകെ പിടിക്കുക. Hold it tightly. അതിനെ മുറുകെ പിടിക്കുക. ഇത്രയും നാള് നീ പ്രാർത്ഥിച്ച രീതിക്ക് വ്യത്യസ്തമായതൊന്നാണ് ഞാൻ പറയുന്നത്. ഇന്നലെ വരെ പ്രാർത്ഥിച്ചിട്ട് ഫലമില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യേ. നിനക്ക് ഫലമില്ലെങ്കിൽ ഞാൻ ഉത്തരവാദിത്വം. ആമേൻ. ഞങ്ങൾ തോറ്റെടുത്ത് എങ്ങനെ ജയിക്കുമെന്ന് ചിന്തിച്ചെടുത്താണ് ഈ ബോധ്യങ്ങൾ എനിക്ക് തെളിവ് നൽകിയതെങ്കിൽ അത് നിങ്ങളെ നിശ്ചയമായും വേദപ്പെടുത്തും. Maybe you are a barren woman. നീ കുഞ്ഞുങ്ങളില്ലാത്ത ഒരു വ്യക്തിയായിരിക്കാം. You are a barren woman. നീ കുഞ്ഞുങ്ങളില്ലാത്ത വ്യക്തിയായിരിക്കാം. You believing God going to give a child to you. നീ വിശ്വസിക്കുക ദൈവം നിനക്ക് ഒരു കുഞ്ഞിനെ തരാൻ പോകുന്നെന്ന്. But you have to believe that's a wrong faith. അത് തെറ്റായ വിശ്വാസമാണ്. Already the child is in your room. That is a straight faith. നിന്റെ ഉദരത്തിൽ ഒരു കുഞ്ഞുണ്ട്, അതാണ് സത്യം. Maybe you can't guess it. നിനക്ക് അത് ചിന്തിക്കാൻ പറ്റത്തില്ല. You can check it. There is no child in my womb. നീ പരിശോധിച്ച് നോക്കിയാൽ ചിലപ്പോൾ നിനക്ക് അത് കുഞ്ഞിനെ കാണാൻ പറ്റത്തില്ല. But you have to believe a child is my womb. പക്ഷെ നീ വിശ്വസിക്കണം എന്റെ ഉദരത്തിൽ ഒരു കുഞ്ഞുണ്ടെന്ന്. Within 9 months I am going to deliver that baby boy. 9 മാസത്തിന് ശേഷം ഞാൻ ആ കുഞ്ഞിനെ പ്രസവിക്കുമെന്ന് വിശ്വസിക്കണം. Believe it. വിശ്വസിക്കുക. You will deliver.
അത് പുറത്തേക്ക് വരുവാനിടയാണ്. I believe in Trivandrum town we have a good place already they were prepared. ഞാൻ വിശ്വസിക്കുന്ന തിരുവനന്തപുരം ടൗണിൽ ഒരു A നല്ല good സ്ഥലം land, a good church already prepared. ഒരു നല്ല സ്ഥലവും നല്ല It is സഭ there. അത് ദൈവം കരുതി വെച്ചിട്ടുണ്ട്. അത് അവിടെ തന്നെ ഉണ്ട്. You know, if you allow the anxiety on worries to control you, ആങ്സൈറ്റിയും വറീസും നിന്നെ കൺട്രോൾ ചെയ്യാൻ നീ ഏൽപ്പിക്കപ്പെട്ടാൽ you can't follow the word. നിനക്ക് ദൈവവചനമായിട്ട് സഞ്ചരിക്കാൻ പറ്റത്തില്ല. Please be seated. ഇരുന്നാലും What I said, എന്താണ് ഞാൻ പറഞ്ഞത്? if you allow the anxiety and worries in your heart, നിന്റെ ആങ്സൈറ്റിയും വറീസും നിന്റെ ഹൃദയത്തിൽ സ്ഥാനം കൊടുത്താൽ you can flow with the word. നിനക്ക് വചനത്തോടൊപ്പം ചലിക്കാനായി സാധിക്കത്തില്ല. Is it written? അത് എഴുതിയിട്ടുണ്ടോ? Let's turn to Luke chapter 10 verse 38. ലൂക്കോസിന്റെ സുവിശേഷം 10:38 We can see a story over there. അവിടെ ഒരു കഥ നിങ്ങൾക്ക് കാണാനായി One day സാധിക്കും. Jesus went to Bethany. ബെഥാനിയയിലേക്ക് യേശു When പോകാനിടയായി. he was there, a woman called Martha, he welcomed him. അവിടെ ചെന്ന സമയത്ത് മാർത്ത എന്നൊരു സഹോദരി അവനെ സ്വീകരിക്കാനിടയായി. He went with her. അവളോടൊപ്പം യേശു പോയി. While he was there in house, അവളവിടെ വീട്ടിലായിരുന്ന സമയത്ത് according to the word, Luke chapter 10 verse 40, 10:40 ഇങ്ങനെ പറയുന്നു, Maria was sitting with him. മറിയ യേശുവിനോടൊപ്പം ഇരിക്കുകയായിരുന്നു. Can you read with me? എന്നോട് അത് വായിക്കാമോ? But Martha was very busy and distracted with all of her serving responsibilities. മാർത്തയോ വളരെയധികം ശുശ്രൂഷയിൽ കുടുങ്ങിയിട്ട് and he approached him and said, Lord, is it of on concern of you that my sister has left me to do this serving alone? Tell her to help me and do her part. അടുക്കൽ വന്ന് കർത്താവേ, എൻ്റെ സഹോദരി എന്നെ ശുശ്രൂഷയ്ക്ക് തനിച്ചു വിട്ടിരിക്കുന്നു എന്ന് നിനക്ക് വിചാരമില്ലയോ? എന്നെ വന്ന് സഹായിപ്പാൻ അവളോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. മാർത്ത വന്നിട്ട് മറിയെ കുറിച്ച് ഒരു കംപ്ലൈന്റ് പറയാ യേശുവിനോട്. യേശുവേ, ഞാൻ കിടന്ന് കഷ്ടപ്പെടുന്നത് നിനക്ക് കാണാനില്ലേ കർത്താവേ? അടുത്തിരിക്കുന്നവരോട് പറഞ്ഞ്, ഞാൻ കിടന്ന് കഷ്ടപ്പെടുന്നത് നിനക്ക് കാണാനില്ലേ കർത്താവേ? ഇത് വേറെ എവിടെയെങ്കിലും നമ്മൾ പറയാറുണ്ടോ? ഇത് വേറെ എവിടെയെങ്കിലും നമ്മൾ പറയാറുണ്ടോ? ഏയ് ഇല്ല അല്ലേ. ഞാൻ കിടന്ന് കഷ്ടപ്പെടുന്നത് നീ കാണാറില്ലേ കർത്താവേ? നമ്മൾ എവിടെയെങ്കിലും പറയാറുണ്ടോ? സിന്ധു ഒക്കെ പറയുന്നത് വീട്ടിലെന്ന്. പിന്നെ എന്തെങ്കിലും പറയാറുണ്ടോ? ഞാൻ കിടന്ന് കഷ്ടപ്പെടുന്നത് നീ കാണുന്നില്ലേ കർത്താവേ? എന്നെ എവിടെയെങ്കിലും പറയാറുണ്ടോ? പറയാറുണ്ടോ ഇല്ലയോ? ഞാൻ പെടുന്ന കഷ്ടപ്പെടുന്ന നീ കാണുന്നില്ലേ കർത്താവ് എന്ന് പറയുന്നുള്ള ഒരു കര ഉയർത്തി. അപ്പൊ നിങ്ങൾ എല്ലാവരും പറയാറുണ്ട്. കർത്താവിനോട് മാർത്ത പറഞ്ഞതിൽ വല്ല തെറ്റുണ്ടോ? നമ്മളെല്ലാം പറയുന്ന കാര്യമല്ലേ? എന്നിട്ട് കർത്താവിനോട് പറയുന്നൊരു അടുത്ത മറുപടി, അവൾ ചെയ്യേണ്ട കാര്യം അവൾ ചെയ്യാൻ പറ. അടുത്തിരിക്കുന്നവരോട് പറ, അവൾ ചെയ്യേണ്ട കാര്യം അവൾ ചെയ്യാൻ പറ. ഇത് നമ്മൾ വീട്ടിൽ പറയാറുള്ളതാണോ? ഇത് നമ്മൾ വീട്ടിൽ പറയാറുള്ളതാ. But look at God's response. കർത്താവിന്റെ മറുപടി നിങ്ങൾ ശ്രദ്ധിച്ചാലോ? 41. But Lord replied to her. കർത്താവ് അവളോട് പറഞ്ഞു, Martha, Martha, മാർത്തേ, you are worried and bothered and anxious about so many things. നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ യേശു പറയുന്ന മറുപടിയുടെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? വാസ്തവത്തിൽ മറിയ എന്നെ സഹായിക്കാത്തതല്ല അവളുടെ യഥാർത്ഥ പ്രശ്നം. മറിയ അവളെ സഹായിക്കാത്തതല്ല അവളുടെ യഥാർത്ഥ പ്രശ്നം. അവളുടെ യഥാർത്ഥ പ്രശ്നം അവളുടെ ഉള്ളിൽ സങ്കടങ്ങളും മനോവേദനകൾ കൊണ്ടും നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് അവൾക്ക് പരാതി പറയുന്നതായി സ്വഭാവം. സത്യത്തിൽ മാർത്ത യേശുവിനോട് പറഞ്ഞത് ശരിയായ കാര്യമാണ്. പക്ഷെ യേശു പറഞ്ഞു കണ്ടോ, നീ ഇങ്ങനെ പരാതി പറയാനുള്ള കാരണം നിന്റെ ഉള്ളിലെ ആകുലതയും സങ്കടവുമാണ് എന്ന് പറഞ്ഞാൽ, ആകുലതകളും സങ്കടങ്ങളുമുള്ള ആളുകൾ സഹോദരങ്ങളെ കുറ്റം പറയും, ദൈവത്തോട് പറയും, ദൈവമേ നീ എന്താ എന്നെ കാണാത്തതെന്ന് പറയും. നിങ്ങൾ എൻ്റെ കൂടെ എത്തിയോ? അപ്പൊ നിങ്ങൾ കുറ്റം പറയുന്നതിന്റെ കാരണം നിങ്ങളുടെ അകത്ത് ആകുലതകളുണ്ട്. നിങ്ങൾ ഇപ്പോഴും എന്തുകൊണ്ടാണ് പെറുപിറുക്കുന്നതിന്റെ കാരണം നിങ്ങളുടെ അകത്ത് ടെൻഷൻ ഉണ്ട്. Why you are murmuring against God and your friends? It is so easy. You are suffocated with your anxious thoughts. That's why you are murmuring. It is grab your joy.
അത് നിന്റെ സന്തോഷത്തെ വിഴുങ്ങിക്കളയും. നിങ്ങളുടെ അകത്ത് എപ്പോഴെങ്കിലും ആൻസൈറ്റി കയറിയിട്ടുണ്ടോ, വ്യാകുലത കയറിയിട്ടുണ്ടോ എങ്കിൽ സന്തോഷം മുഴുവൻ തീർന്നത് തന്നെ. പിന്നെ നമ്മൾ ചെയ്യുന്ന ഏറ്റവും ആദ്യത്തെ പരിപാടി എന്നു പറയും, ദൈവത്തെയും കുറ്റം പറയും, മനുഷ്യനെയും കുറ്റം പറയും, ആരെയും വിടത്തില്ല. നിങ്ങൾ ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടോ? ദിസ് ഈസ് വാട്ട് ഹാപ്പൻ ടു മാർത്ത ആൾസോ. അതാണ് മാർത്തയ്ക്ക് സംഭവിച്ചത്. You know, when you wake up and murmuring against God, that means you are going through a lot of anxiety. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ദൈവത്തോട് പെറുപെറുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ എന്തോ ഒത്തിരി വിചാരങ്ങളിലാണ് നിങ്ങൾ. In the morning you shout at your children and your husband, that means you are going through a lot of anxiety and pain in pains. pain also. നിങ്ങൾ ഭർത്താവിൻ്റെ അടുത്തും കുഞ്ഞുങ്ങളുടെ അടുത്തൊക്കെ നിങ്ങൾ ഷൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ എന്തോ നിരാശയിലും വിഷമത്തിലും വേദനയിലൂടെയും കടന്നു പോകുന്നു. പൊട്ടിത്തെറിക്കുന്ന ആളുകളുടെ ശ്രദ്ധയ്ക്ക് നിങ്ങളുടെ മനസ്സിൽ എന്തോ ഉണ്ട്, അത് ഇറക്കി വയ്ക്കും. അല്ലാതെ പൊട്ടിത്തെറിയുന്ന ആളുകൾക്ക് ഒരു പൊട്ടീരിൻ്റെ ആവശ്യമാണ്, ഒരു പറ്റുമില്ല. ഒന്ന് കരവേർത്തി പറഞ്ഞേ. പൊട്ടിത്തെറിക്കുന്ന ആളുകളുടെ പ്രധാന പ്രശ്നം അവരുടെ ഉള്ളിൽ എന്തോ ഉണ്ട്, ആൻസൈറ്റി ഉണ്ട്, റിയലി ഉണ്ട്, അവരുടെ ഉള്ളിൽ വറിയുണ്ട്, അകത്തുണ്ട്. അതിൽ നിന്ന് അവർ രക്ഷപ്പെട്ടാൽ അവരുടെ പൊട്ടിത്തെറി നിൽക്കും. കൈ അടിച്ചൊരു ആമേൻ പറഞ്ഞാണ്ട് ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നോക്കാവോ? I believe the presence of God is here. ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇതിനകത്തുണ്ട്. How many of you take a decision from today I will stop murmuring? എത്ര പേർക്ക് തീരുമാനം എടുക്കാൻ പറ്റും, ഇന്നു മുതൽ ഞാൻ പെറുപെറുപ്പ് നിർത്തുന്നു എന്ന്? If you are going through a very bad situation, നിങ്ങൾ ഒത്തിരി ബാഡായിട്ട് സിറ്റുവേഷനിലൂടെയാണ് നടന്നു പോകുന്നത്, challenge you, you will murmur. ഞാൻ നിങ്ങളോട് ഉറപ്പ് പറയാൻ, നിങ്ങൾ പെറുപെറുക്കും. The anxiety push you to murmur. നിങ്ങളുടെ ആങ്സൈറ്റി നിങ്ങളുടെ പെറുപെറുക്കാൻ വേണ്ടി സാഹചര്യം ഒരുക്കും. But when you know the presence is with me, your anxiety will leave. You started to praise. Amen. നിങ്ങൾക്ക് എപ്പോഴാണോ തിരിച്ചറിയുന്നത് ദൈവത്തിന്റെ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടെന്ന്, നിങ്ങളുടെ ആങ്സൈറ്റി മാറിയിട്ട് നിങ്ങൾ ദൈവ സാന്നിധ്യത്തെ മനസ്സിലാക്കുവാനിടയാകും. When you know the Holy Spirit is upon me, you will come out from your anxieties. നിങ്ങൾ എപ്പോഴാണോ മനസ്സിലാക്കുന്ന പരിശുദ്ധാത്മാവ് എൻ്റെ മുകളിലുണ്ടെന്ന്, അപ്പോൾ നിങ്ങൾ ആങ്സൈറ്റിയിൽ നിന്ന് പുറത്തു വരും. Every morning what I do, ഓരോ പ്രഭാതത്തിലും ഞാൻ എന്താണ് I ചെയ്യുന്നത്? start with the Holy Spirit. ഞാൻ പരിശുദ്ധാത്മാവുമായിട്ട് I start with the confessions. ഞാൻ ഏറ്റുപറച്ചിലുമായി തുടങ്ങും. I believe in the manifestation. ഞാൻ അവന്റെ പ്രകടനത്തിൽ ഞാൻ വിശ്വസിക്കും. I believe. ഞാൻ വിശ്വസിക്കും. I know this is what going to happen today. ഞാൻ വിശ്വസിക്കുക ഇതാണ് ഇന്ന് സംഭവിക്കാൻ പോകുന്നത്. I confess that. ഞാൻ അത് ഏറ്റുപറയാനിടയാകും. I confess that. ഞാൻ അത് ഏറ്റുപറയാനിടയാകും. When I started to do continuously, ഞാൻ അത് തുടർച്ചയായി ചെയ്യാൻ തുടങ്ങുമ്പോൾ, I see the blessing flowing continuously in my life. ഞാൻ കാണാനായി സാധിക്കുക അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ തുടർമാനമായി നടക്കുന്നത്. What do you need to do? Confess. അതിന് എന്താണ് ചെയ്യേണ്ടത്? ഏറ്റുപറയുക. Believe and confess. വിശ്വസിക്കുക, ഏറ്റുപറയുക. Believe and confess. വിശ്വസിക്കുക, ഏറ്റുപറയുക. You see the manifestation. നിങ്ങൾ ദൈവിക വെളിപ്പെടുത്തൽ കാണാനായി പോകുന്നു. Hallelujah. Hallelujah. Stop crying. കരച്ചിൽ നിർത്തിയാലോ? Stop murmuring. പെറുപെറുപ്പ് നിർത്തിയാലോ? Stop complaining. പരാതി പറയുന്നത് നിർത്തിയാലോ? How many of you can do that? എത്ര പേർക്ക് അങ്ങനെ ചെയ്യാനായി Say to your സാധിക്കും? neighbor, stop complaining. അടുത്തുള്ള വ്യക്തിയോട് പറഞ്ഞാൽ പരാതി പറയുന്നത് നിർത്തിയാലോ? Stop murmuring. പെറുപെറുക്കുന്നത് നിർത്തിയാലോ? Come out from your anxiety. നിങ്ങളുടെ ആങ്സൈറ്റിയിൽ നിങ്ങൾ പുറത്തു വന്നാലോ? God's grace is upon you. ദൈവത്തിന്റെ കൃപ നിന്റെ മുകളിലുണ്ട്. God's favor is upon you. ദൈവത്തിന്റെ ഫേവർ നിന്റെ മുകളിലുണ്ട്. Say with me, wherever I go, എവിടെ ഞാൻ പോയാലോ I will see the grace of God. ദൈവത്തിന്റെ കൃപ ഞാൻ കാണുവാനായി സാധിക്കും. Wherever I go, എവിടെ ഞാൻ പോയാലോ I'll see the favor of God. ദൈവത്തിന്റെ കരുണ ഞാൻ കാണാനായി People will സാധിക്കും. show the favor to me. ജനം എന്റെ മേൽ കരുണ കാണിക്കുവാനിടയാകും. Wherever I go, എവിടെ ഞാൻ പോയാലോ I see the God's justice. ഞാൻ ദൈവത്തിന്റെ നീതി കാണുവാനിടയാകും. God's hand. ദൈവത്തിന്റെ കരം കാണുവാനിടയാകും. Wherever I go, എവിടെ ഞാൻ പോയാലോ I can see the help of God. ദൈവത്തിന്റെ സഹായം ഞാൻ കാണും. Because I am in His concern. കാരണം ഞാൻ അവന്റെ കൺസേണിനകത്തുള്ളതാണ്. Hallelujah. He always looking at me. അവൻ എന്നെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നു. His face is upon me. അവന്റെ മുഖം എന്റെ മുഖത്തുണ്ട്. He always guide me. അവൻ എപ്പോഴും എന്നെ വഴി നടത്തുന്നു. Because the Holy Spirit is upon me. കാരണം പരിശുദ്ധാത്മാവ് എന്റെ മുകളിലുണ്ട്. He brought
supernatural ability in my life. അസാധാരണമായ കഴിവ് എന്റെ ജീവിതത്തിൽ അവൻ ആക്കി തന്നിരിക്കുന്നു. It can do it. It's work powerfully. അത് ശക്തമായി അതിന് പ്രവർത്തിക്കാൻ ഇടയാകും. Come on, hallelujah. Say, come, confess with me. The Holy Spirit is upon me. പരിശുദ്ധാത്മാവ് എന്റെ മുകളിലുണ്ട്. It's brought dynamic ability to cause changes. സ്ഫോടനാത്മായ ശക്തി എന്റെ മേൽ പകർന്നിട്ടുണ്ട്, സാഹചര്യങ്ങളെ മാറ്റുവാനുള്ളത്. Say with me, the Holy Spirit is upon me. പരിശുദ്ധാത്മാവ് എന്റെ മേലുണ്ട്. He brought അവൻ കൊണ്ടുവന്നു mighty changes. അവൻ സാഹചര്യങ്ങളെ മാറ്റുവാനുള്ള കഴിവ് എന്റെ മേൽ കൊണ്ടുവന്നു. Say with me, Holy Spirit is upon me. പരിശുദ്ധാത്മാവ് എന്റെ മേലുണ്ട്. He brought dynamic ability to cause changes. സാഹചര്യങ്ങളെ മാറ്റുവാനുള്ള സ്ഫോടനാത്മാവായ ശക്തി എന്റെ മേലുണ്ട്. He lead me. അവൻ എന്നെ നടത്തുന്നു. He guides me. അവൻ എന്നെ വഴി നടത്തുന്നു. Hallelujah. 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 So I am getting into my glorious life today. അതുകൊണ്ട് ഞാൻ മഹത്വമായ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. Unending victories. പരിധിയില്ലാത്ത ജയത്തിലേക്ക്. Unending possibilities. പരിധിയില്ലാത്ത സാധ്യതകളിലേക്ക്. Unending prosperities. പരിധിയില്ലാത്ത സമൃദ്ധിയിലേക്ക്. I live in beyond the limit. ഞാൻ പരിധികളുടെ മുകളിൽ ഞാൻ ജീവിക്കാനിടയാകും. I live in beyond the limit. പരിധികളുടെ മുകളിൽ ഞാൻ ജീവിക്കാനിടയാകും. I am a limitless person. ഞാൻ പരിധിയില്ലാത്ത വ്യക്തിയാണ്. My possibilities are different. എന്റെ സാധ്യതകൾ വ്യത്യസ്തമാണ്. Come on. Hallelujah. Hallelujah. എന്നോടൊപ്പം പറഞ്ഞാട്ട് ഞാൻ അവന്റെ കൃപയിൽ ജീവിക്കും. എവിടെയെല്ലാം പോയാലും മനുഷ്യരും വ്യക്തികളും എന്നോട് കരുണയോടെ പെരുമാറും, പ്രസാദത്തോടെ പെരുമാറും. അവന്റെ ഭുജം, അവന്റെ കൈകൾ എനിക്കെന്നും സഹായമായിരിക്കും. അവന്റെ കൈകൾ എപ്പോഴും എന്നെ നടത്തും. അവന്റെ മുഖം എപ്പോഴും എന്റെ മുകളിലുണ്ട്. അവന്റെ ദൃഷ്ടി എന്റെ മേൽ വെച്ചിരിക്കുന്നു. കാരണം അവൻ എന്നോട് കരുണയുണ്ട്, അവൻ എന്നോട് കൺസേൺ ഉണ്ട്. ഞാൻ വീഴാതെ വണ്ണം അവനെ കൈപിടിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്റെ മേലുണ്ട്. അത് എനിക്ക് ഡൈനാമിക്കായ ശക്തിയെ തരുന്നു. ഡൈനാമിക്കായ ശക്തി എന്റെ മേലുണ്ട്. അസാധാരണമായ ശക്തി എന്റെ മേലുണ്ട്. അസാധാരണമായ ശക്തി എന്റെ മേലുണ്ട്. എനിക്ക് പലതിനെയും മാറ്റം വരുത്താൻ കഴിയും. എനിക്ക് അസാധ്യങ്ങളെ സാധ്യമാക്കാനായി കഴിയും. കാരണം പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്റെ മേലുണ്ട്. ഞാൻ എന്റെ മഹത്വപൂർവമായ ജീവിതത്തിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഹല്ലേലൂയ. തീർന്നു പോകാത്ത വിജയങ്ങളിലേക്ക്, തീർന്നു പോകാത്ത വിജയങ്ങളിലേക്ക്, തീർന്നു പോകാത്ത അവസരങ്ങളിലേക്ക്, തീർന്നു പോകാത്ത അവസരങ്ങളിലേക്ക്, തീർന്നു പോകാത്ത പറഞ്ഞാട്ടെ തീർന്നു പോകാത്ത സമൃദ്ധിയിലേക്ക്, സമൃദ്ധിയിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ഓരോ മണിക്കൂറും ഞാൻ അനുഭവിക്കേണ്ട ഓരോ മണിക്കൂറും ഞാൻ അനുഭവിക്കേണ്ട അവകാശങ്ങളെ ഞാൻ അനുഭവിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ അവകാശങ്ങൾ പ്രാപിക്കാൻ വിളിക്കപ്പെട്ടവനാണ്. ഹല്ലേലൂയ. എനിക്ക് തോൽവിയില്ല. പറഞ്ഞേട്ടെ, എനിക്ക് തോൽവിയില്ല, എനിക്ക് പരാജയങ്ങളില്ല, എനിക്ക് വീഴ്ചകളില്ല. പറ, എനിക്ക് തോൽവിയില്ല, എനിക്ക് പരാജയമില്ല, എനിക്ക് വീഴ്ചകളില്ല. എല്ലായ്പ്പോഴും എല്ലായിടത്തും ജയം. പറഞ്ഞട്ടെ, എല്ലായിടത്തും എല്ലായ്പ്പോഴും ജയം. എന്നെ ജയോത്സവമായി നടത്തുന്നതിന് സ്തോത്രം. നന്മയും കരുണയും ആയുഷ്കാലം എന്നെ പിന്തുടരും. മാറാത്ത സ്നേഹം എന്നെ കരുതും. ലവിംഗ് കൈൻഡ്നസ് എന്നെ എപ്പോഴും കരുതും. മാറാത്ത സ്നേഹം എന്നെ കരുതും. ഓ, കൈകൾ അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. സഹോദരങ്ങളെ, പണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നതിന് പകരം, പണ്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതിന് പകരം ഞാൻ ചെയ്യുന്നതാണ് ഇപ്പം ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ചത്. ഞാൻ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു, കൺഫെഷൻ്റെ ഒരു 4 പ്രധാന പോർഷൻ പ്രിന്റ് ചെയ്തിട്ട് നിങ്ങളെ വീടുകളിൽ തന്നു വിട്ടാലോ എന്നൊരു ചിന്തയുണ്ട് എനിക്ക്. കുറച്ച് കാര്യങ്ങൾ, ഒരു 4-5 കാര്യങ്ങൾ പിന്നീട് നിങ്ങൾ തനിയെ ഉണ്ടാക്കണം. അങ്ങനെ ചെയ്താലോ എന്ന് ചിന്തയുണ്ട്. ഞാൻ സോളിയോടാണ്, ആരോടാ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ലീഡേഴ്സിനോട് ആരോടോ പറഞ്ഞു,
കാരണം നമുക്ക് ശീലമില്ലാത്തൊരു കാര്യമാണ്. നമുക്കിങ്ങനൊരു ശീലമില്ല. നമുക്ക് ശീലമുള്ളത്, അയ്യോ കർത്താവേ എൻ്റെ അവസ്ഥ എന്താ ഇങ്ങനെ, കർത്താവേ എന്നെ എന്താ കർത്താവേ നിരീക്ഷിക്കുന്നത്, എന്നെ എന്താ ഓർക്കാത്തത്, ഇങ്ങനെ പറയാനാണ് നമുക്ക് ശീലമുള്ളത്. ശീലമാണ് നമ്മുടെ. ആ ശീലത്തിന് പകരം ഒരു പുതിയ ശീലം വരണമെങ്കിൽ നിങ്ങൾ കാണണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അടുത്ത ആഴ്ച തയ്യാറാക്കി തരാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാനിത് സ്ഥിരം പറയുന്നതുകൊണ്ട് എനിക്ക് ഇപ്പോൾ വേണമെങ്കിലും പറയാം. ഒരു നല്ല ആമീൻ പറഞ്ഞാട്ടെ. ഞാൻ സോളിയോട് പറയായിരുന്നു 4 പോർഷൻസ് പറയണം. സോളിയോട് ഞാൻ പറഞ്ഞേ, എനിക്ക് തോന്നുന്നു സോളിയോടാന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ പുതിയ സൃഷ്ടിയാണ്, ഞാൻ പരിമിതിയില്ലാത്തയാളാണ്, എൻ്റെ വിക്ടറീസ് ജയം പരിമിതികളില്ലാത്തതാണ്, ഞാൻ എപ്പോഴും ജയിക്കുന്നു, കാരണം പരിശുദ്ധാത്മാവ് എൻ്റെ മേലുണ്ട്. ഇതാണ് പറയേണ്ടത്. ഞാൻ പുതിയ സൃഷ്ടിയാണ്, എൻ്റെ സാധ്യതകൾ വളരെ വലുതാണ്, ഞാൻ ഓരോ ദിവസവും പുതിയ സാധ്യതകളിൽ ജീവിക്കുന്നു, അത്ഭുതപൂർവമായ ജീവിതം പുതിയ സൃഷ്ടിയായി എനിക്ക് ദൈവം നൽകിയിരിക്കുന്നു. ഒരു നല്ല ആമേൻ പറഞ്ഞാട്ടെ. എന്നെ അനുഗ്രഹിക്കപ്പെട്ട ഉയർന്ന നിലവാരമുള്ള ഒരു ജീവിത രീതിയിലേക്ക് ദൈവം കൊണ്ടുവന്നിരിക്കുകയാണ്. കാരണം അവൻ്റെ ക്രൂശിലെ മരണം അതെനിക്ക് സാധ്യമാക്കിയിരിക്കുകയാണ്. അവൻ്റെ ആത്മാവ് എനിക്ക് എന്നും വിജയം നൽകുന്നതിന് എൻ്റെ കൂടെ വാസം ചെയ്യുകയാണ്. ചില വാക്കുകൾ നിങ്ങൾ പഠിച്ചാൽ മതി. ഇത് യൂട്യൂബിൽ കിടപ്പുണ്ട്, നിങ്ങളെടുത്ത് വീട്ടിൽ പോയിരുന്നിട്ട് കേൾക്കുന്നത് നല്ലതാണ്. പറഞ്ഞാട്ടെ, കണ്ടിന്യൂസ് ആയി പറഞ്ഞാട്ടെ. അത് നിങ്ങളുടെ ലൈഫിനെ വ്യത്യാസപ്പെടുത്തും. എൻ്റെ മുമ്പിലെ സാഹചര്യങ്ങൾ കണ്ടിട്ട് ഞാൻ കരയുന്നത് ഒരിക്കൽ പോലും സോളി കണ്ടു കാണത്തില്ല. കാരണം എൻ്റെ മനസ്സിനെ ഇങ്ങനെ ആക്കിയെടുക്കാൻ എത്ര നാളുകൾ ദൈവം എടുത്തു എന്നറിയാവോ? എന്നോട് കൂടെ ഒന്ന് പറഞ്ഞേ, ഞാൻ പുതിയ സൃഷ്ടിയാണ്. എനിക്ക് തോൽവിയില്ലാത്ത ജീവിതമുണ്ട്. ഒന്നുകൂടെ പറയാം, ഞാൻ പുതിയ സൃഷ്ടിയാണ്. എനിക്ക് പരിമിതിയില്ലാത്ത ജീവിതമുണ്ട്. ഓരോന്നോരോന്നും എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളായി കടന്നു വന്നുകൊണ്ടേയിരിക്കുന്നു. കാരണം നന്മയും കരുണയും എൻ്റെ പുറകിൽ എന്നും സഞ്ചരിക്കുന്നു. അവൻ എൻ്റെ ഇടയനാണ്. അവൻ എന്നെ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞ് വഴി നടത്തുന്നു. ഞാൻ നടക്കേണ്ടുന്ന പാതയിൽ അവൻ എന്നെ വഴി നടത്തുന്നു. അവൻ വീഴാൻ ഒരു നാളും എന്നെ സമ്മതിക്കുന്നില്ല. ഹല്ലേലൂയ. വീഴാതെ വേണം മഹിമാസന്നദ്ധിയിൽ ആനന്ദത്തോടെ നിർത്തുവാൻ അവന് സാധ്യമാണ്. അവന്റെ സാധ്യതകളിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ സാധ്യതകളിൽ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അവന്റെ കൈകളിൽ ആശ്രയിക്കുന്നു. വീഴാതെ വണ്ണം എന്നെ പിടിച്ചിരിക്കുന്ന നന്ദി പറയുന്നു. വിശ്വാസം പറഞ്ഞാൽ മതി കേട്ടോ. നിങ്ങളൊന്ന് കുറച്ചു നേരം പറഞ്ഞു നോക്കും, നിങ്ങളുടെ അകത്തൊരു ചാർജ് വരും. നിങ്ങൾക്ക് തോന്നും എനിക്കെല്ലാം പറ്റുമെന്ന് തോന്നാൻ തുടങ്ങും. ഞാൻ ദൈവവചനം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ് എൻ്റെ വാക്തത്വത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഞാൻ അനുഭവിക്കേണ്ട യാഥാർത്ഥ്യത്തെക്കുറിച്ച്. ആ കേട്ട ദൈവവചനത്തെ ഞാൻ അതിനെ മുറുകെ പിടിച്ചുകൊണ്ടാൽ, ഞാൻ അതിനെ കൺഫസ് ചെയ്യുമ്പോൾ എൻ്റെ ലൈഫിൽ ഉണ്ടാകുന്ന ചില കാര്യങ്ങളുണ്ട്. അത് എന്നെ അവകാശങ്ങളിലേക്കാണ് കൊണ്ടുപോകുന്നത്. അത് എൻ്റെ ഉള്ളിൽ ചില ബോധ്യങ്ങളെ കൊണ്ടുവരികയാണ്. അത് എൻ്റെ ഉള്ളിൽ ഉറപ്പോടെ ചിലതിനെ പങ്കുവെക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളെ കർത്താവ് വിളിച്ചത് ആ ദൈവരാജ്യത്തിൻ്റെ അവകാശങ്ങളിലേക്കാണ്. ഈ മണിക്കൂറുകളിൽ നിങ്ങൾ എന്താണോ അനുഭവിക്കേണ്ടത് അതൊന്നുപോലും മിസ്സാകത്തില്ല. അത് നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. സാക്ഷ്യം പറയുന്ന ആളാണ് സാക്ഷ്യം പറയാൻ പോകുന്നത്. ഓക്കെ, ആവട്ടെ. ഈ മോളുടെ പേര് അഞ്ജന എസ് റോയി എന്നാണ്. വെണ്ണിയൂർ എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. മോള് BSc ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി കോഴ്സാണ് പഠിച്ചത്. ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് പല ഹോസ്പിറ്റലിൽ ശ്രമിച്ചെങ്കിലും മോൾക്ക് ജോലി കിട്ടിയില്ല. എന്നാൽ വാക്കൻസി ഇല്ലായിരുന്നു. എന്നാൽ ബ്രദറിനോട് വന്ന് പറഞ്ഞു, പ്രാർത്ഥിച്ചു. ഉടൻ തന്നെ മോൾക്ക് നല്ലൊരു ഹോസ്പിറ്റലിൽ ജോലി കിട്ടി. കൂടാതെ മോളിപ്പോൾ സാക്ഷ്യപ്പെടുത്തുന്നത് എല്ലാ ഹോസ്പിറ്റലിലും ജോലി ലഭിക്കുമ്പോൾ ആദ്യത്തെ 6 months ട്രെയിനി ആയിട്ടാണ് എടുക്കുന്നത്. എന്നാൽ മോളെ ഫുൾ സാലറിയോടുകൂടെ സ്റ്റാഫായി സെലക്ട് ചെയ്തു എന്നാണ്. അതുപോലെ തന്നെ മോൾക്ക് സെപ്റ്റംബർ മാസം ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ സ്റ്റെപ്പിലൊന്ന് സ്കിപ്പായി കാലിലൊരു ചെറിയ പൊട്ടലുണ്ടായി. പ്ലാസ്റ്റർ ഇടേണ്ടി വന്നു. 3 ആഴ്ച പ്ലാസ്റ്റർ ഇടണമെന്ന് പറഞ്ഞു. എന്നാൽ 2 ആഴ്ച കഴിഞ്ഞ് ബ്രദറിൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിച്ച് മോള് പ്ലാസ്റ്റർ മാറ്റി. എന്നിട്ടും വേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഇനി 1 മാസം കൂടെ റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു. എന്നാൽ അതിൻ്റെ അടുത്ത ആഴ്ച വീണ്ടും ബ്രദറിൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിച്ചു. മോളിപ്പോൾ സാക്ഷ്യപ്പെടുന്നത് അപ്പോൾ തന്നെ പൂർണ്ണമായി സൗഖ്യമായി, പിന്നെ റെസ്റ്റ് എടുക്കേണ്ടി വന്നില്ല, ജോലിക്ക് പോകാൻ കഴിഞ്ഞു എന്ന്. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാം.
നമുക്കൊരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവ് എന്നോടൊപ്പം ആയിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു അപ്പാ, വലിയ മഹത്വങ്ങൾ കൊണ്ട്. അപ്പാ, ഈ കുടുംബങ്ങൾ നിറയട്ടെ അപ്പാ. യേശുവേ, അങ്ങയുടെ ശ്രേഷ്ഠത കൊണ്ട് ഈ കുടുംബങ്ങൾ നിറയട്ടെ അപ്പാ. അവിടുത്തെ അത്ഭുതങ്ങൾ ഓരോ വ്യക്തികളും അനുഭവിക്കട്ടെ അപ്പാ. എൻ്റെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു, അവിടുത്തെ സ്നേഹത്തിനായി നന്ദി പറയുന്നു, അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു. ഹാലോറു ഷേക്കലോധരേ, ഹാലരേ ശകരം ധരേക്കലോ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഐ മീൻ, സ്കിന്ന് വിണ്ട് കീറുന്ന പ്രയാസത്തോടെ, അത് ചെറിയ രീതിയിലല്ല, നല്ലതായിട്ട് വിണ്ട് നല്ലൊരു മുറിവ് പോലെ വിള്ളലുണ്ടാകുന്ന വിധത്തിൽ ചിലരുടെ സ്കിന്നിലായിരിക്കുന്ന ആ പ്രയാസത്തെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുക. നമുക്കത് നോക്കുമ്പോൾ പച്ച മാംസമുള്ളതുപോലെ കാണും. ഐ മീൻ, കർത്താവേ, നിൻ്റെ കൃപയ്ക്ക് നന്ദിയപ്പാ. ഹല്ലേലൂയ. ആ മുറിവ് ഉണങ്ങാൻ വളരെ താമസം എടുക്കുക. ഐ മീൻ, ഒരു മുറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ വളരെ സമയമെടുത്താണ് അത് ഉണങ്ങുന്നത്. ഹാലോ ഷേക്കലോ. കർത്താവേ, നിൻ്റെ കൃപയ്ക്ക് നന്ദിയപ്പാ. അവിടുത്തെ സൗഖ്യത്തിന് നന്ദിയപ്പാ, അവിടുത്തെ സൗഖ്യത്തിന് നന്ദിയപ്പാ. വ്യക്തികളുടെ ലൈഫിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ചലിക്കട്ടെ അപ്പാ, ചലിക്കട്ടെ അപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. നന്ദി പറയുന്ന യേശുവേ, നന്ദി പറയുന്ന കർത്താവേ, താങ്ക് യു ജീസസ്. ഐ മീൻ, എനിക്കൊരു വ്യക്തിയെ കാണാം. ആ വ്യക്തി പ്രാർത്ഥിക്കുന്നത് തൻ്റെ വീട്ടിലുള്ള വൃക്ഷത്തിൻ്റെ ഫലത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, അപ്പോൾ അതിന് ഫലമുളവായി വരട്ടെ അപ്പാ. താൻ പ്രാർത്ഥിക്കുന്ന പോലെ തൻ്റെ ജീവിതത്തിൽ കർത്താവേ, ആ നന്മകൾ ഉളവായി വരട്ടെ അപ്പാ. നന്മകൾ ഉളവായി വരട്ടെ അപ്പാ. നന്മകൾ ഉളവായി വരട്ടെ അപ്പാ. ഹല്ലേലൂയ. കർത്താവേ, അത് അനുഗ്രഹത്തിൻ്റെ ലക്ഷണമാണല്ലോ അപ്പാ. അപ്പോൾ തൻ്റെ ലൈഫിലുള്ള തൻ്റെ വസ്തുവകയിലുള്ള വൃക്ഷങ്ങൾ കർത്താവേ ഫലമുള്ളതാകട്ടെ അപ്പാ, ഫലമുള്ളതാകട്ടെ അപ്പാ. നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു, നന്ദി പറയുന്നു. കർത്താവേ, കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ ചലിക്കട്ടെ അപ്പാ, അത്ഭുതങ്ങൾ ചലിക്കട്ടെ അപ്പാ. എനിക്ക് അതേപോലെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ കാണാം. ആ വ്യക്തിയുടെ കാലിൻ്റെ ഉപ്പൂറ്റിയല്ല, മുൻവശം താഴെ ചവിട്ടി നമ്മൾ ബലം ഉപയോഗിച്ച് നടക്കുമ്പോൾ ആ ഭാഗം നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ആ വ്യക്തിക്ക് ആ വിരലുകൾ ചവിട്ടി പിടിക്കുവാനോ ആ മുൻവശത്തെ ആ ഭാഗം ചവിട്ടി ബലത്തോടെ നടക്കുവാനോ കഴിയുന്നില്ല. എന്നാൽ ഒന്നും കാണാനില്ല, ഒരു പ്രയാസവും അവിടെയില്ല. എന്നാൽ കർത്താവ് ആ വ്യക്തിയെ സൗഖ്യമാക്കുന്നത് കാണാം. കർത്താവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു യേശുവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. കർത്താവേ, വീടുകളിൽ അത്ഭുതങ്ങളുണ്ടാകട്ടെ, എന്നെ കാണുന്ന കുടുംബങ്ങളിൽ അത്ഭുതങ്ങളുണ്ടാകട്ടെ. അവർ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ ഇപ്പോൾ വിടുതലുകൾ ഉണ്ടാകട്ടെ അപ്പാ. സൗഖ്യങ്ങൾ ചലിക്കട്ടെ അപ്പാ, സൗഖ്യങ്ങൾ ചലിക്കട്ടെ അപ്പാ. നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടേനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. വലിയ നന്മകൾ കൊണ്ട് കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കട്ടെ. ഗോഡ് ബ്ലസ് യു.